ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബോണ്ടയാണ് ഇത്. ഇതുണ്ടാക്കാൻ ശരിക്കും പറഞ്ഞാൽ മെയിനായിട്ട് 2 സാധനങ്ങൾ മാത്രം മതി. പിന്നെ ഈ ബോണ്ടയുടെ കൂടെ ഞാൻ ഇതിന് പറ്റിയൊരു നല്ല ചട്നിയും കൂടെ കാണിക്കുന്നുണ്ട്, ചട്നിയുടെ റെസിപ്പിയും കൂടെ. ഇത് സ്ട്രീറ്റ് സൈഡിലൊക്കെ കിട്ടുന്ന പോലത്തെയുള്ള ഒരു ബോണ്ടയാണ്, മൈസൂർ ബോണ്ടയാണ്. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് 1 കപ്പ് മൈദ വേണം ഇതിന് വേണ്ടിയിട്ട്. മൈദ മാത്രം മതി, വേറെ പൊടികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ 1 സ്പൂൺ ജീരകം വേണം. 1 കപ്പ് മൈദയ്ക്ക് 1 സ്പൂൺ ജീരകം മതിയാവേ. അപ്പം അതും കൂടി ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം സോഡ ചേർക്കുക, ബേക്കിംഗ് സോഡ. അതും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് 1 കപ്പ് തൈരാണ് വേണ്ടത്. 1 കപ്പ് എന്ന് പറയുമ്പം നല്ല കട്ടി തൈരായതുകൊണ്ടാണ് 1 കപ്പ് ഇടുന്നത്. 1 കപ്പ് പൊടിക്ക് 1 കപ്പ് തൈര്. കുറച്ച് ലൂസായിട്ടുള്ള തൈരാണെങ്കിൽ അതിനനുസരിച്ച് പൊടി എക്സ്ട്രാ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ചൂടുള്ള എണ്ണയാണ്, നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന എണ്ണ ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് എടുത്തിട്ട് ഒഴിച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതൊരു 5 മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നമ്മുടെ ബോണ്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അത്രയും നമ്മൾക്ക് ഈ സ്ട്രീറ്റ് സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ നന്നായിട്ട് അടിച്ചടിച്ച് നന്നായിട്ട് ഇതുപോലെ സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റോളം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് വെക്കാം. ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ആ സമയം കൊണ്ട് നമ്മൾക്കിനി ചട്നി ഉണ്ടാക്കാം ഇതിന് വേണ്ടിയിട്ട്. അപ്പം അതിലോട്ട് 1/4 കപ്പ് പൊട്ടുകടല അല്ലെങ്കിൽ പൊരികടല എന്ന് പറയുമല്ലോ, അത് ഇടുക മിക്സിയിലോട്ട്. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ഉണ്ടാവുള്ളൂ, അത് ഇടുക. പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇടുക. ഇനി ഇതൊന്ന് അരച്ചെടുക്കുക വെള്ളം ചേർത്തിട്ട്. അതിനുശേഷം ഇതിലോട്ട് ഒരു 1/4 കപ്പോളം വെള്ളം എക്സ്ട്രാ ഒഴിക്കുന്നുണ്ട്, കാരണം ഇതൊരു ഇച്ചിരി വെള്ളം പോലത്തെ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലോട്ട് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. കടുകൊന്നും താളിക്കണില്ല. ഇനി താളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താളിക്കാം. പക്ഷേ ഇതിപ്പം സിമ്പിളായിട്ട് സ്ട്രീറ്റ് സൈഡിലൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ താളിക്കാറില്ല. അപ്പം ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ബോണ്ട ഉണ്ടാക്കാം. അപ്പോൾ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബോണ്ട ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് റൗണ്ടായി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ കൈയിൻ്റെ നമ്മുടെ തള്ളവിരലിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിലൂടെയാണ് മാവ് ഇങ്ങനെ ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ശരിക്കും നല്ല റൗണ്ടായിട്ട് വരും ശരിക്കും പറഞ്ഞാണെങ്കിൽ. അപ്പം നമ്മളിങ്ങനെ സ്പൂണിൽ കോരി ഒഴിക്കുക അല്ലെങ്കിൽ കൈയുടെ സാധാരണ പോലെ ഇടുകയോ ചെയ്യുമ്പം കറക്റ്റായിട്ടുള്ള ആ ഒരു റൗണ്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ സാധാരണ പോലെ ഇടുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇനി ഇതുപോലെ എല്ലാ മാവും ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾക്ക് ബോണ്ട ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വറുത്തെടുക്കുമ്പം അത് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വറുത്തെടുക്കുക. 2 സൈഡ് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കണം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ബലൂൺ പോലെ പൊങ്ങി വരും. അപ്പോൾ നമ്മൾക്ക് അപ്പുറത്തെ സൈഡിലോട്ട് മറിച്ചിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് ഇതുപോലെ കയ്യിൽ വെച്ചൊന്ന് അമർത്തി കൊടുക്കണം. എണ്ണയിലോട്ട് ഇങ്ങനെ മുക്കി മുക്കി കൊടുക്കണേ, എന്നാൽ മാത്രമേ 2 സൈഡും നല്ല ബ്രൗൺ കളറായിട്ട് വരുള്ളൂ. ഇല്ലെന്ന് വെച്ചാൽ അങ്ങനെ പൊങ്ങിയിട്ട് എത്ര തിരിച്ചിടാൻ നോക്കിയാലും അത് കറക്റ്റായിട്ട് അങ്ങ് മറിഞ്ഞു പോവില്ല. അതുകൊണ്ടാണ്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ ബോണ്ട എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ടയാണ്. പിന്നെ ഇത് ശരിക്കും സിമ്പിളായിട്ട് നമ്മൾക്ക് സ്ട്രീറ്റിലൊക്കെ കിട്ടുന്ന അതേ തരത്തിലുള്ള ബോണ്ടയാണ്. പിന്നെ ഇതിലോട്ട് നിങ്ങൾക്ക് ഇച്ചിരി മസാലയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഉള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇതാണ് നമ്മുടെ തട്ടുകട പോലുള്ള എന്ന് വെച്ചാൽ റോഡ് സൈഡിലുള്ള കടകളിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതും ഈ ഒരു ചട്നിയും കൂടെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കണേ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.